അപ്പോൾ ഇത്രയും ചൂടുള്ള ഈ സ്ഥലത്ത് എങ്ങനെ അവക്കാഡോ കായ്ച്ചു? ഇത് ഞങ്ങളെ ഫാമിലെ അവക്കാഡോയാണ്. ഇതിൻ്റെ പേര് ട്രോപ്പിക്ക. അത് ചീരക്കുഴി നഴ്സറിയുടെ ഇൻവെൻഷനാണ്, അല്ലെങ്കിൽ കണ്ടെത്തിയതാണ്. പാലക്കാട് കായ്ക്കും, കണ്ണൂർ കായ്ക്കും, കോഴിക്കോട് കായ്ക്കും, കോട്ടയത്ത് കായ്ക്കും. അതായത് ഇതൊരു പ്രത്യേക വെറൈറ്റിയാണ്. മൂന്നാറോ വയനാടോ തണുപ്പുള്ള പ്രദേശങ്ങളിൽ മാത്രം കായ്ക്കുന്ന ഇനങ്ങളാണ് ഭൂരിപക്ഷവും ബട്ടർ ഫ്രൂട്ട് ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ചെടികൾ. തടിയിൽ വരെ അവക്കാഡോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അവക്കാഡോ ഏത് രീതിയിലാണ് നടേണ്ടത്, ഏത് രീതിയിലാണ് പരിചരിക്കേണ്ടത്. അടിപൊളി. 2 ദിവസം കൊണ്ട് ഇത് നമുക്ക് ഷെയ്ക്ക് അടിക്കാൻ പാകത്തിനാവും. മെയ് മാസം മുതൽ വീണ്ടും ഈ ട്രോപ്പിക്കയുടെ കായ്കൾ കുലച്ച് കിടക്കുന്നത്, നിറയെ കായ്ച്ച് തൂങ്ങിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ആർക്കാണ് അവക്കാഡോ പഴം, അതായത് ബട്ടർ ഫ്രൂട്ട് പഴം ഇഷ്ടമില്ലാത്തത്? നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ട് ഇല്ലേ? അവക്കാഡോ ജ്യൂസ് എന്ന് പറയാൻ പറ്റത്തില്ല, ഷെയ്ക്ക്. അതിൽ കുറച്ച് പാലൊക്കെ ഒഴിച്ച് കുറച്ച് ഐസ്ക്രീമൊക്കെ ഇട്ട് അടിച്ച് അടിപൊളിയായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാരുമില്ല. പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട്. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഇത് കായ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കാരണം എന്താ? അവക്കാഡോ സാധാരണഗതിയിൽ തണുപ്പുള്ള സ്ഥലത്തേ കായ്ക്കും. കേരളത്തിൽ മൂന്നാർ കായ്ക്കും, വയനാട് കായ്ക്കും, അങ്ങനെ ഹൈറ്റുള്ള പ്രദേശങ്ങളിൽ മാത്രമേ കായ്ക്കൂ. ഞങ്ങൾ പാലക്കാട്ടുകാരാ, എന്നെ നിങ്ങൾക്കറിയാം. ഞാൻ ജോസ് ചീരക്കുഴി നഴ്സറിയുടെ മാനേജിങ് ഡയറക്ടറാണ്. ഞങ്ങളുടെ സ്ഥലം മണ്ണാർക്കാടാണ്, പാലക്കാട് ജില്ലയിൽ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു വേനൽക്കാലത്ത് 43 ഡിഗ്രി 44 ഡിഗ്രിയൊക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇത്രയും ചൂടുള്ള ഈ സ്ഥലത്ത് എങ്ങനെ അവക്കാഡോ കായ്ച്ചു? ഇത് ഞങ്ങളുടെ ഫാമിലെ അവക്കാഡോയാണ്. ഇത് കഴിഞ്ഞ 3 വർഷമായിട്ട് ഇത് തുടർച്ചയായിട്ട് കായ്ച്ചു വരുന്നു. എനിക്ക് തോന്നുന്നത് ഇതൊരു 6 വർഷം മൂപ്പുള്ള ചെടിയാണ്. ഇതിൻ്റെ പേര് ട്രോപ്പിക്ക അവക്കാഡോ. അത് ചീരക്കുഴി നഴ്സറിയുടെ ഇൻവെൻഷനാണ്, അല്ലെങ്കിൽ കണ്ടെത്തിയതാണ്. ഇതിൻ്റെ പ്രത്യേകത, ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ ഇത് കായ്ക്കും, ചൂടുള്ള കാലാവസ്ഥയിൽ ഇത് കായ്ക്കും. തണുപ്പ് വേണ്ട, വയനാട്ടിലൊന്നും പോകണ്ട. പാലക്കാട് കായ്ക്കും, കണ്ണൂർ കായ്ക്കും, കോഴിക്കോട് കായ്ക്കും, കോട്ടയത്ത് കായ്ക്കും. അതായത് ഇതൊരു പ്രത്യേക വെറൈറ്റിയാണ്. സാധാരണ അവക്കാഡോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, നഴ്സറികളിൽ നിന്നും അവക്കാഡോ ബട്ടർ ഫ്രൂട്ടിൻ്റെ തൈകൾ വാങ്ങിക്കുമ്പോൾ അത് ട്രോപ്പിക്കൽ വെറൈറ്റി ആണോ? അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവം എവിടെയെങ്കിലും ഉണ്ടാവും, എനിക്കറിയില്ല. പക്ഷേ ഇത് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ, ചൂടുള്ള കാലാവസ്ഥയിൽ കായ്ക്കുന്ന ഇനമാണ്. സാധാരണ ലഭിക്കുന്നത് മൂന്നാറോ വയനാടോ തണുപ്പുള്ള പ്രദേശങ്ങളിൽ മാത്രം കായ്ക്കുന്ന ഇനങ്ങളാണ് ഭൂരിപക്ഷവും ബട്ടർ ഫ്രൂട്ട് ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ചെടികൾ. ഇത് ഇപ്പോൾ ഞങ്ങൾ 3 വർഷമായി ഇതിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 വർഷമായി ഇത് നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് എന്തുമാത്രം കായ്ച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ വർഷം മുതലാണ് ഞങ്ങൾ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആരംഭിക്കുന്നത്. കഴിഞ്ഞ 2 വർഷവും ഞങ്ങളിതിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ആ ഒരു കായ്ക്കുന്ന ഒരു ഹാബിറ്റ് എങ്ങനെയാണ്. സാധാരണഗതിയിൽ ഈ വെറൈറ്റി കായ്ക്കുന്നത് മെയ് മാസം മുതലാണ്. മെയ് മാസം മുതൽ നമുക്ക് ഫ്രൂട്ട് ലഭിക്കും. മെയ്, ജൂൺ, ജൂലൈ 3 മാസങ്ങളിലാണ് ഇതിൻ്റെ ഫ്രൂട്ട് ലഭിക്കുന്നത്. തടിയിൽ വരെ അവക്കാഡോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ചീരക്കുഴിയുടെ ട്രോപ്പിക്ക എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ചീരക്കുഴിയുടെ ഫാമിലാണ് ഇതുള്ളത്. നിങ്ങളെല്ലാവരും നോക്കൂ, കണ്ടോ? ഇത് കണ്ടോ? ഇത് തടിയിലാണ് കായ്ച്ചെടുക്കുന്നത്. ഇവിടെ വേറെ ഒരാളുണ്ട്. ഇത് ചൂടുള്ള കാലാവസ്ഥയിലും കായ്ക്കുന്ന ട്രോപ്പിക്ക എന്ന ചീരക്കുഴിയുടെ വെറൈറ്റിയാണ്. ചീരക്കുഴി നഴ്സറിയുടെ വെറൈറ്റിയാണ്. ഇത് 45 ഡിഗ്രി ചൂടുള്ള കാലാവസ്ഥയിലും കായ്ക്കും. സാധാരണ വയനാട്ടിലോ മൂന്നാറിലോ അങ്ങനെയുള്ള കാലാവസ്ഥയിലും കായ്ക്കും. അപ്പോൾ സാധാരണ അവക്കാഡോ ഞാൻ മുൻപ് സൂചിപ്പിച്ചു, നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ കായ്ക്കൂ. നമ്മുടെ ലോ ലാൻഡ് ഏരിയയിൽ പാലക്കാട്ടുകാർക്കോ കോഴിക്കോട്ടുകാർക്കോ കണ്ണൂരുകാർക്കോ ഒന്നും അവക്കാഡോ സാധാരണഗതിയിൽ നല്ല വെറൈറ്റി കായ്ച്ചു കിട്ടാറില്ല. പക്ഷേ ഇത് അതിനുള്ള ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. ഇത് 3 വർഷമായി ചീരക്കുഴി നഴ്സറിയുടെ ഫാമിൽ മണ്ണാർക്കാട് കായ്ക്കുന്നുണ്ട്. ഈ വർഷം മുതൽ ഞങ്ങളിത് മൾട്ടിപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു 3 മാസം സമയം വേണം. 3 മാസത്തിനുള്ളിൽ ആർക്കും നമുക്ക് ട്രോപ്പിക്ക എന്ന നമ്മുടെ ട്രോപ്പിക്കൽ അവക്കാഡോ വെറൈറ്റി എല്ലാവർക്കും വീട്ടിലെത്തിച്ചു തരുന്ന സംവിധാനം ഞങ്ങൾക്കുണ്ട്. അതായത് കേരളത്തിൽ എല്ലാ സ്ഥലത്തും
ഡോർ ഡെലിവറി ചെയ്യുന്ന സംവിധാനം ചീരക്കുഴി നഴ്സറിക്കുണ്ട്. മിനിമം 2000 രൂപയുടെ തൈകൾ വാങ്ങിക്കണം. വീട്ടിൽ തൈകൾ എത്തുമ്പോൾ മാത്രം പണം നൽകിയാൽ മതി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെ പോളിസി ആദ്യം മുതലുള്ളത് തന്നെയാണ് ഇപ്പോഴും. ഇഷ്ടപ്പെട്ടാൽ മാത്രം പണം നൽകിയാൽ മതി. നല്ല സെലക്റ്റീവായിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് പെട്ടാൽ മാത്രം വാഹനത്തിൽ നിങ്ങൾക്ക് പണം നൽകാം. കാരണം ഞങ്ങൾക്ക് അത്രയും ഗ്യാരണ്ടി ഉണ്ട്. ഞങ്ങൾ അത്രയും സെലക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നത്. വെറൈറ്റി എന്ന് പറയുന്നത് കറക്റ്റായി ടാഗ് ചെയ്ത് ഞങ്ങൾ ആ കൃത്യതയോടുകൂടി തന്നെ, അത്രയും പാരമ്പര്യമുള്ള നഴ്സറിയാണ് ഞങ്ങളുടേത്. നിങ്ങൾക്കറിയാം, ഞാൻ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, 1979 ഞങ്ങൾ നഴ്സറി ആരംഭിക്കുന്നത്. എൻ്റെ ഫാദർ കർഷകശ്രീ അവാർഡ് ജേതാവ് KC കുര്യാക്കോസാണ് ഇതിൻ്റെ സ്ഥാപകൻ. 2005 അദ്ദേഹത്തിന് രാഷ്ട്രപതിയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഒട്ടേറെ കാർഷിക രംഗത്തുള്ള ഒട്ടേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ആ സത്യസന്ധതയും വിശ്വാസവും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനം പുതിയ വെറൈറ്റികൾ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും നല്ല വെറൈറ്റികൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്ന ദൗത്യം, ആ ഒരു സർവീസാണ് ഞങ്ങൾ ചെയ്യുന്നത്. 2000 രൂപയ്ക്ക് നിങ്ങൾ ഓർഡർ നൽകിയാൽ കേരളത്തിലെവിടെയും നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് തൈകൾ എത്തിച്ചു തരുന്ന സംവിധാനം ഞങ്ങൾക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഈ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഉടൻ ചീരക്കുഴി നഴ്സറിയുടെ നമ്പറുകളിൽ ബന്ധപ്പെടുക. അതിനുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ട്. ചീരക്കുഴി നഴ്സറിയുടെ വീട്ടുമുറ്റത്തൊരു പഴത്തോട്ടം പദ്ധതി പ്രകാരം കേരളത്തിലെ എല്ലാ സ്ഥലത്തും തൈകൾ സൗജന്യമായി എത്തിച്ചു തരുന്ന സംവിധാനം ഞങ്ങൾക്കുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞു, 2000 രൂപയുടെ വിലയുള്ള തൈകൾ വാങ്ങിച്ചാൽ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഞങ്ങൾ എത്തിച്ചു തരും. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ നൽകുന്ന തൈകൾ ഏത് രീതിയിൽ നടണം, ഏത് രീതിയിൽ പരിചരിക്കണം, രോഗം വന്നാൽ എന്ത് ചെയ്യണം, ഇതെല്ലാം ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്ന സംവിധാനവും ഞങ്ങൾക്കുണ്ട്. എങ്കിൽ പോലും ഈ വീഡിയോയിൽ അവക്കാഡോ ഏത് രീതിയിലാണ് നടേണ്ടത്, ഏത് രീതിയിലാണ് പരിചരിക്കേണ്ടത്, നിങ്ങളൊരു കൊമേഴ്സ്യലായിട്ട് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അതെങ്ങനെ ചെയ്യണം, അതേ സമയത്ത് നിങ്ങൾ വീട്ടിലെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി 1 ചെടിയോ 2 ചെടിയോ നടാൻ ഉദ്ദേശിക്കുന്നവർ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ ചെറിയൊരു വിവരണം തരാൻ ആഗ്രഹിക്കുകയാണ്. കൊമേഴ്സ്യലായിട്ട് കൃഷി ചെയ്യുന്ന ആളുകൾ അവക്കാഡോ കൃഷി ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നത് ഇത് കേരളത്തിൽ അത്ര വ്യാപകമായ അവക്കാഡോ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നിശ്ചിതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു അളവ് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. എങ്കിൽ പോലും ഇതിൻ്റെ ഒരു വളർച്ചാ നിരക്ക് കണക്കാക്കിക്കൊണ്ട് നമുക്കൊരു 15 അടി അകലത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് അവക്കാഡോ. 1 ഏക്കറിൽ ഏകദേശം 200 തൈകൾ നടാനായിട്ട് സാധിക്കും. 15 അടി അകലത്തിലാണ് നമുക്കിത് നടേണ്ടത്. അതുപോലെ തന്നെ തൈകൾ നടുമ്പോൾ 2 അടി വലിപ്പമുള്ള താഴ്ചയുള്ള 2 അടി വീതി, നീളം, താഴ്ച കുഴികളെടുത്ത് മണ്ണിളക്കി അത് മൂടണം. അത്രയും കുഴികളെടുത്ത് മേൽമണ്ണ് ഉപയോഗിച്ച് കുഴി മൂടണം. അതിനൊരു തടം പോലെ ആക്കണം. ആവശ്യമായ ജൈവവളങ്ങൾ ചേർക്കണം. ആട്ടുംകാഷ്ടമോ കോഴിക്കാഷ്ടമോ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആട്ടുംകാഷ്ടമോ ചാണകമോ 5 കിലോ വരെ ഈ കുഴിയിൽ ഇട്ട് മിക്സ് ചെയ്യണം. കുഴി മൂടി അതിന് മുകളിലാണ് മിക്സ് ചെയ്യേണ്ടത്. 2 അടി താഴ്ചയിൽ വളമിട്ടാൽ അത് ചെടിക്ക് കിട്ടാൻ കാലതാമസം എടുക്കും. അതുപോലെ തന്നെ രാജ് ഫോസ് 250 ഗ്രാം, അത് ലഭ്യമല്ലെങ്കിൽ എല്ലുപൊടി 250 ഗ്രാം ഇതിൽ കൂടെ മിക്സ് ചെയ്യണം. അത് ഫോസ്ഫറസ് കിട്ടാൻ വേണ്ടിയാണ്. ചെടി കവർ നീക്കം ചെയ്ത്, പോളിത്തീൻ ബാഗിലായിരിക്കും കവർ നീക്കം ചെയ്ത് ശ്രദ്ധയോടുകൂടി മണ്ണുടയാതെ ആ കുഴിയിൽ നടുക. ചുവട് ഉറപ്പിച്ച് വയ്ക്കുക. വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുക. മണ്ണ് ഇട്ട് ഉറപ്പിക്കുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ നിന്നും വെള്ളം വാർന്ന് ഒഴുകിപ്പോകാനുള്ളൊരു സംവിധാനം കൂടി അതിനകത്തുണ്ടായിരിക്കണം. ചുവട്ടിൽ പൊത വയ്ക്കുക. വെയിലുള്ള സമയത്താണ് നടുന്നതെങ്കിൽ, മീൻസ് മഴക്കാലത്തൊന്നും പ്രശ്നമില്ല, വേനൽക്കാലത്തും തൈകൾ നടാം പ്രത്യേക പരിചരണം നൽകിയാൽ. അപ്പോൾ അതിന് മറ കൊടുക്കേണ്ടതുണ്ട്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ മൺസൂൺ സമയത്ത് നടുന്നതിന് യാതൊരു വിധത്തിലുള്ള മറയും കൊടുക്കേണ്ടതില്ല. തൈകൾ നട്ട് അതിനെ ശ്രദ്ധിച്ചാൽ മതി. അതിന് വെള്ളം കെട്ടി നിൽക്കാതെയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് കൊമേഴ്സ്യലായിട്ട് പ്ലാന്റ് ചെയ്യേണ്ട രീതി. ഇനി വീട്ടുമുറ്റത്തൊരു പഴത്തോട്ടം ഞാൻ മുമ്പ് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വിവിധങ്ങളായിട്ടുള്ള ഫലവൃക്ഷങ്ങൾ നടുന്ന ആളുകൾ ഒരു സമ്മിശ്ര വിളയായിട്ട് അവക്കാഡോയെ നടാം. അപ്പോൾ നിങ്ങൾക്ക് അവക്കാഡോ ഒരെണ്ണം അത് 15 അടി അകലത്തിൽ നടേണ്ടതാണ്. അവക്കാഡോ 1 or 2 നടുന്നു. ഒരു മാവ് നടുന്നുണ്ടെങ്കിൽ അവക്കാഡോ കഴിഞ്ഞ് മാവ് നടാം. പക്ഷേ ഇതിനിടയിൽ നിങ്ങൾക്ക് വല്ല പേരയോ വലിപ്പം കുറഞ്ഞ ചെടികൾ നിങ്ങൾക്ക് നടാം. അങ്ങനെ മാക്സിമം ചെറിയ ഒരു സ്ഥലത്ത് നിന്ന് മാക്സിമം ചെടികൾ നടാനായിട്ടാണ് നമ്മളൊരു വീട്ടുമുറ്റം പഴത്തോട്ടം എന്ന പദ്ധതിയിൽ, വീട്ടുമുറ്റത്തൊരു പഴത്തോട്ടം പദ്ധതിയിൽ ഞങ്ങൾ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് കൃത്യമായ ഒരു അകലം, നിശ്ചിത അകലം വേണം. ഓരോ ചെടിയുടെയും വളർച്ചാ നിലവാരം നോക്കി വേണം അതിന് അളവ് തിരഞ്ഞെടുക്കേണ്ടത്. അതിനുള്ള സഹായങ്ങളൊക്കെ ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് വേണ്ടി തരും. നിങ്ങൾ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. തൈകളുടെ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരും. നേരിട്ട് സന്ദർശിക്കാൻ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതിന് സാധിക്കാത്തവർക്ക് വാട്സപ്പിലൂടെ ഫോട്ടോ അയച്ചു തരും.
നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡറുകൾ എടുക്കും. നിങ്ങൾക്കൊരു 15-20 ദിവസത്തിനകം നിങ്ങളുടെ വീടുകളിൽ ഈ തൈകൾ എത്തിച്ചു തരുന്നതിനുള്ള സംവിധാനം വിജയകരമായി കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയും അതിൻ്റെ ഒരു വ്യാപ്തി മീൻസ് അങ്ങനെ നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഒരുപാട് പേരുണ്ട്. അടുത്ത വീഡിയോയിൽ ഞങ്ങളെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ പലരെയും ഞങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാം സംതൃപ്തരായ ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ്. അങ്ങനെ അവരുടെ മൗത്ത് പബ്ലിസിറ്റിയിലും എല്ലാം ഇത് പ്രചരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഞങ്ങൾ ഈ സംവിധാനം ഒന്നുകൂടിയും ഫലവത്താക്കി ഒന്നുകൂടിയും ഇപ്പോൾ പോരായ്മകളുണ്ടായിരിക്കാം. കാരണം 15-20 ദിവസം കൊണ്ടൊക്കെ ഡെലിവറിക്ക് ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നില്ല. കാരണം അത് തിരക്കുകൊണ്ടാണ്. ഞങ്ങളുടെ സംവിധാനം ഞങ്ങൾ വർദ്ധിപ്പിച്ച് വരുന്നുണ്ട്. എങ്കിൽ പോലും ഒന്നുകൂടിയും നല്ല സർവീസ്, ഒന്നുകൂടി നേരത്തെ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത സാധനങ്ങൾ എത്തിച്ചു തരുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ട്രോപ്പിക്ക ഇനം അവക്കാഡോ നമുക്കൊന്ന് മുറിച്ച് നോക്കിയാലോ? ഇത് നല്ലപോലെ മൂത്തോ പഴുത്തോ എന്ന് എനിക്കറിയില്ല, എങ്കിലും നമുക്കൊന്ന് മുറിച്ച് നോക്കാം. മൂപ്പായി വരുന്നേ ഉള്ളെന്ന് തോന്നുന്നു. കുറച്ച് വലിപ്പക്കുറവുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഇല്ല, ഇത് മൂത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, മഞ്ഞ കളർ കണ്ടോ? അത് ശരി, അടിപൊളി. ഇതാ മഞ്ഞ കളറായിട്ടുണ്ട്. ഈ സൈഡിൽ കുറച്ച് കേട് കയറിയിട്ടുണ്ട്. അത് മഴ പെയ്തിട്ടാണെന്ന് തോന്നുന്നു. പക്ഷെ അത് അവക്കാഡോയ്ക്ക് അങ്ങനെ മഴ വല്ലാതെ ആയിക്കഴിഞ്ഞാൽ കേട് വരും. പക്ഷേ ഇത് ഓക്കെ, നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. ഇത് 2 ദിവസം നമ്മൾ വീട്ടിൽ പറിച്ചു വെച്ചാൽ മതി. 2 ദിവസം കൊണ്ട് ഇത് നമുക്ക് ഷെയ്ക്ക് അടിക്കാൻ പാകത്തിനാവും. കണ്ടോ, നല്ല വെറൈറ്റി ആട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്. നല്ല സോഫ്റ്റാണ്. സൂപ്പറാണ്. 2 ദിവസം കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി ഷെയ്ക്ക് അടിക്കണം. ഓക്കെ. ചൂട് കാലാവസ്ഥയിലും ഉണ്ടാകുന്ന ഞങ്ങളുടെ ട്രോപ്പിക്ക എന്ന അവക്കാഡോ ഇനം. ഈ മദർ പ്ലാന്റ് നിൽക്കുന്നത് മണ്ണാർക്കാടുള്ള ചീരക്കുഴിയുടെ ഫാമിലാണ്. അതായത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടുള്ള ചീരക്കുഴിയുടെ ഫാമിലാണ്. എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരു 2 മാസത്തിനകത്ത് വന്നാൽ ഇത് നേരിട്ട് കായോടുകൂടി ഈ മരത്തെ കാണാം. അതിനുശേഷം വന്നാൽ മരം കാണിക്കാം. വീണ്ടും കാണണമെങ്കിൽ ഫ്ലവറിങ് സ്റ്റേജ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് മാർച്ച് ഏപ്രിലാണ്. മാർച്ച് ഏപ്രിൽ വന്നാൽ ഫ്ലവർ കാണിക്കാം. മെയ് മാസം മുതൽ വീണ്ടും ഈ ട്രോപ്പിക്കയുടെ കായ്കൾ കുലച്ച് കിടക്കുന്നത്, ഈ നിറയെ കായ്ച്ച് തൂങ്ങിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. എന്തായാലും ഈ മദർ പ്ലാന്റ് ഇവിടെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഈ വർഷം ആരംഭിക്കുന്നു. അടുത്ത 3 മാസത്തിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള തൈകൾ നിങ്ങൾക്ക് വിതരണം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. കേരളത്തിലെ എല്ലാ സ്ഥലത്തും എല്ലാവരും വീട്ടിലൊരു അവക്കാഡോ കൃഷി ചെയ്യുക. അവക്കാഡോ ഒരുപാട് വൈറ്റമിൻ ഗുണങ്ങളുള്ളതാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ. അപ്പോൾ ഒട്ടേറെ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ. അത് ഷെയ്ക്കായിട്ടും അല്ലാതെയും കോസ്മെറ്റിക്സ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾക്കതറിയാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒരു അവക്കാഡോ പ്ലാന്റ് നടുക. 3 വർഷം കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അവക്കാഡോ ജ്യൂസ് കഴിക്കാം, അവക്കാഡോ ഷെയ്ക്ക് കഴിക്കാം, കോസ്മെറ്റിക്സ് ആയിട്ട് ഉപയോഗിക്കാം, സൗന്ദര്യം കൂടാൻ മുഖത്തൊക്കെ കുറച്ച് തേക്കാം. അങ്ങനെ എല്ലാവരും ഒരു പ്ലാന്റ് തീർച്ചയായിട്ടും നടണം.